എടപ്പാൾ ഉപജില്ലയുടെ USS സാമൂഹ്യശാസ്ത്ര പരിശീലനത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. മൂന്നാമത്തെ പാഠഭാഗമായ ചെറുത്തുനിൽപ്പുകളും ഒന്നാം സ്വാതന്ത്ര്യ സമരവും എന്ന യൂണിറ്റിലേതാണ് ഇന്നത്തെ ചോദ്യങ്ങൾ. റെസിസ്റ്റൻസ് ആൻഡ് ദ ഫസ്റ്റ് വാർ ഓഫ് ഇൻഡിപെൻഡൻസ്. ഈ പാഠഭാഗത്തിലെ 5 ചോദ്യങ്ങളും അവയുടെ വിശദീകരണവുമാണ് ഇന്ന് അവതരിപ്പിക്കുന്നത്. ഒന്നാമത്തെ ചോദ്യം നോക്കാം. 1857 ശിപ്പായി ലഹളയുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്നവയിൽ തെറ്റായ പ്രസ്താവന ഏതാണ്? The following statements are related to First War of Independence in 1857. Which is the false statement? ഓപ്ഷൻസ് ശ്രദ്ധിക്കൂ. ഒന്നാമത്തെ ഓപ്ഷൻ, സൈനികർക്ക് ഇടയിൽ നിന്ന് മംഗൽ പാണ്ഡെയാണ് ആദ്യമായി പ്രതിഷേധം ഉയർത്തിയത്. മംഗൽ പാണ്ഡെ വാസ് ദ ഫസ്റ്റ് ഇന്ത്യൻ സോൾജിയർ ടു പ്രൊട്ടസ്റ്റ്. ഓപ്ഷൻ ബി, സൈനിക മേധാവികൾക്കെതിരെ സംഘടിതമായ രീതിയിൽ കലാപങ്ങൾ ആരംഭിച്ചത് മീററ്റിലാണ്. An organized revolt against military officials started in Meerut. Option C, ബഹദൂർ ഷാ രണ്ടാമനെ ഇന്ത്യയുടെ ചക്രവർത്തിയായി പ്രഖ്യാപിച്ചു. The soldiers proclaimed the last Mughal ruler, Bahadur Shah Zafar, as the Emperor of India. നാലാമത്തെ ഓപ്ഷൻ, കമ്പനി ലഹള അടിച്ചമർത്തുകയും ഡൽഹിയിലേക്ക് ബഹദൂർ ഷാ സഫറിനെ നാടുകടത്തുകയും ചെയ്തു. The company suppressed the revolt and Bahadur Shah Zafar was expelled to Delhi. ഇതിൽ തെറ്റായ പ്രസ്താവന കൃത്യമായി കണ്ടെത്തണമെങ്കിൽ 1857 കലാപത്തെക്കുറിച്ച് ഏതാനും കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അവ എന്തൊക്കെയാണ് എന്ന് നോക്കാം. യൂറോപ്യന്മാരുടെ ആഗമനവും കച്ചവടാധിപത്യത്തിനു വേണ്ടിയുള്ള മത്സരങ്ങളും നാം കഴിഞ്ഞ പാഠഭാഗത്ത് പഠിച്ചു കഴിഞ്ഞിരുന്നു. യൂറോപ്യന്മാരുടെ ആ മത്സരത്തിനൊടുവിൽ മേൽക്കൈ നേടിയത് ഇംഗ്ലീഷുകാരായിരുന്നു. അക്കാലത്ത് ഇന്ത്യയിൽ പ്രബലമായിരുന്ന മുഗൾ സാമ്രാജ്യം തകർച്ചയെ നേരിട്ടുകൊണ്ടിരുന്നു. നിരവധി ചെറുകിട നാട്ടുരാജ്യങ്ങളും അന്ന് നിലവിലുണ്ടായിരുന്നു. എങ്കിലും അവർ പരസ്പരം ധനത്തിനും അധികാരത്തിനും വേണ്ടി പരസ്പരം മത്സരിച്ചുകൊണ്ടിരുന്നു. ഇംഗ്ലീഷുകാർ ഈ മത്സരങ്ങളിലും യുദ്ധങ്ങളിലും ചേരുകയും ഭരണകാര്യങ്ങളിൽ ഇടപെടുകയും നാട്ടുരാജ്യങ്ങളെ സാമ്പത്തികമായി ചൂഷണം ചെയ്യുകയും ചെയ്തു. 1857 ആയപ്പോഴേക്കും നിയമനിർമ്മാണത്തിലൂടെയും യുദ്ധങ്ങളിലൂടെയും ഇന്ത്യയുടെ ഭൂരിഭാഗം പ്രദേശങ്ങളും ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ അധീനതയിൽ ആയി. എന്നാൽ ആദ്യകാലം മുതൽ തന്നെ കമ്പനിയുടെ ഭരണത്തിനെതിരായി നിരവധി പ്രക്ഷോഭങ്ങൾ ഇന്ത്യയിൽ നടന്നിട്ടുണ്ട്. 1857 ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഭരണത്തിന് എതിരെ അതേ കമ്പനി സൈന്യത്തിലെ ശിപ്പായിമാർ എന്ന് വിളിച്ചിരുന്ന ഇന്ത്യക്കാരായ സൈനികരുടെയും ബ്രിട്ടീഷ് നയങ്ങൾ മൂലം അധികാരമോ രാജ്യമോ സ്ഥാനമോ നഷ്ടപ്പെട്ട രാജാക്കന്മാരുടെയും നേതൃത്വത്തിൽ നടന്ന സമരമാണ് 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരം അഥവാ ശിപ്പായി ലഹള. രാജ്യമോ അധികാരമോ നഷ്ടപ്പെടുന്ന അവസ്ഥയിലാണ് നാട്ടുരാജാക്കന്മാർ പോരാട്ടത്തിന് ഇറങ്ങിയത് എങ്കിൽ ശിപ്പായിമാരെ സമരത്തിന് പ്രേരിപ്പിച്ചത് ബ്രിട്ടീഷുകാർ അവരോട് കാട്ടിയ വിവേചന നയങ്ങൾ മൂലമാണ്. കമ്പനി സൈന്യത്തിലെ ശിപ്പായികൾ എന്ന് വിളിക്കുന്ന ഇന്ത്യൻ പട്ടാളക്കാരുടെ അവസ്ഥ പരമദയനീയമായിരുന്നു. തുച്ഛമായ വേതനവും ദീർഘനേരമുള്ള ജോലിയും അവധിയില്ലായ്മയും അടിമകളോട് എന്ന പോലുള്ള മേലുദ്യോഗസ്ഥന്മാരുടെ പെരുമാറ്റവും
മോശമായ ഭക്ഷണവും എല്ലാം കാരണം ശിപായിമാർ തീർത്തും അസംതൃപ്തരായിരുന്നു. എന്നാൽ സമരം പെട്ടെന്ന് പൊട്ടിപ്പുറപ്പെടാനുള്ള 2 പ്രധാന കാരണങ്ങൾ ഉണ്ട്. അവ എന്തൊക്കെയാണെന്ന് നോക്കാം. 1857 തുടക്കത്തിൽ പുതിയ എൻഫീൽഡ് റൈഫിളുകൾ, അതിന്റെ പവർ കാട്രിഡ്ജുകളും ഇന്ത്യൻ സൈനികർക്ക് നൽകിയിരുന്നു. ഈ കാട്രിഡ്ജിലെ വെടിമരുന്ന് തോക്കിൽ നിറയ്ക്കുന്നതിനും അതിന്റെ പൊതി സൈനികർ പല്ലുകൊണ്ട് കടിച്ചു കീറേണ്ടിയിരുന്നു. ഈ പൊതിയിലെ ഗ്രീസ് മുസ്ലിങ്ങൾ അശുദ്ധമായി കരുതിയിരുന്ന പന്നിയുടെയും ഹിന്ദുക്കൾ പരിശുദ്ധമെന്ന് കരുതിയിരുന്ന പശുവിൻ്റെതും ആണെന്ന ഒരു ധാരണ ഈ 2 വിഭാഗങ്ങളുടെയും മതവികാരത്തെ വ്രണപ്പെടുത്തുന്നതായിരുന്നു. ഇത് അവരെ രോഷാകുലരാക്കി. അതുപോലെ തന്നെ എല്ലുപൊടി കലർന്ന ഭക്ഷണമാണ് സൈനികർക്ക് നൽകുന്നത് എന്ന പ്രചാരണവും ഈ കാലഘട്ടത്തിൽ ഉണ്ടായി. ഈ പ്രശ്നങ്ങൾക്ക് എതിരെ, അതായത് പുതിയ കാട്രിഡ്ജ് ഉപയോഗിക്കുന്നതിനെതിരെയും മോശമായ ഭക്ഷണത്തിനെതിരെയും ഉള്ള പ്രതിഷേധം 1857 മാർച്ച് അവസാനത്തോടെ ആരംഭിച്ചു. 1857 മാർച്ച് 29 കൽക്കത്തയ്ക്കടുത്തുള്ള ബാരക്പൂർ സൈനിക താവളത്തിൽ മംഗൽ പാണ്ഡെ തന്റെ പ്രതിഷേധം ശക്തമായ രീതിയിൽ തന്നെ പ്രകടിപ്പിച്ചു. ഇതിനെ തുടർന്ന് 1857 ഏപ്രിൽ 8 മംഗൽ പാണ്ഡെയെ അദ്ദേഹത്തിന്റെ 29ാമത്തെ വയസ്സിൽ തൂക്കിക്കൊന്നു. ഇദ്ദേഹമാണ് 1ാം സ്വാതന്ത്ര്യ സമരത്തിലെ ആദ്യ രക്തസാക്ഷി. സൈനിക മേധാവികൾക്ക് എതിരെ സംഘടിതമായ ഒരു കലാപം ആരംഭിക്കുന്നത് 1857 മെയ് മാസം 10-ാം തീയതി മീററ്റിലാണ്. കലാപത്തിനിറങ്ങിയ സൈനികർ ഡൽഹിയിലെത്തി അവസാനത്തെ മുഗൾ ഭരണാധികാരിയായിരുന്ന ബഹദൂർ ഷാ രണ്ടാമനെ ഇന്ത്യയുടെ ചക്രവർത്തിയായി പ്രഖ്യാപിച്ചു. മീററ്റിൽ നിന്ന് ആരംഭിച്ച കലാപം ഉത്തരേന്ത്യയുടെ പല ഭാഗങ്ങളിലേക്കും വ്യാപിച്ചു. അധികാരം നഷ്ടപ്പെട്ട രാജാക്കന്മാരും കലാപത്തിന് ശക്തി പകർന്നു. കാൺപൂർ, ലക്നൗ, അലഹബാദ്, ആര, ഫൈസാബാദ് എന്നിവിടങ്ങളിൽ സമരം ശക്തമായി. അവസാനം കമ്പനി സമരം അടിച്ചമർത്തി. ബഹദൂർ ഷാ സഫറിനെ മ്യാൻമാറിലെ റങ്കൂണിലേക്ക് നാടുകടത്തി. ഇത്രയുമാണ് 1857 1ാം സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട് പ്രധാന കാര്യങ്ങൾ. ഇനി നമുക്ക് ഉത്തരമായി തന്ന ഓപ്ഷനുകൾ ഒന്നുകൂടി നോക്കാം. 1ാമത്തെ ഓപ്ഷൻ, ശിപായിമാർക്കിടയിൽ നിന്ന് മംഗൽ പാണ്ഡെയാണ് ആദ്യമായി പ്രതിഷേധമുയർത്തിയത്. ഈ ഓപ്ഷൻ ശരിയാണ്. മംഗൽ പാണ്ഡെയാണ് ശിപായിമാർക്കിടയിൽ നിന്ന് ആദ്യമായി പ്രതിഷേധം ഉയർത്തിയത്. ഇനി 2ാമത്തെ ഓപ്ഷൻ നോക്കാം. സൈനിക മേധാവികൾക്കെതിരെ സംഘടിതമായ രീതിയിൽ കലാപങ്ങൾ ആരംഭിച്ചത് മീററ്റിലാണ്. ആ പ്രസ്താവനയും ശരിയാണ്. സംഘടിതമായ കലാപം ആദ്യമായി ആരംഭിക്കുന്നത്, സൈനികർക്കിടയിൽ നിന്നും ആരംഭിക്കുന്നത് മീററ്റിലാണ്. ഇനി 3ാമത്തെ ഓപ്ഷൻ നോക്കാം. ബഹദൂർ ഷാ രണ്ടാമനെ ഇന്ത്യയുടെ ചക്രവർത്തിയായി പ്രഖ്യാപിച്ചു. അവസാന മുഗൾ ഭരണാധികാരിയായിരുന്ന ബഹദൂർ ഷാ രണ്ടാമനെയാണ് കലാപകാരികൾ ഇന്ത്യയുടെ ചക്രവർത്തിയായി പ്രഖ്യാപിച്ചത്. ഈ പ്രസ്താവനയും ശരിയാണ്. അവസാന ഓപ്ഷൻ നോക്കാം. കമ്പനി കലാപം അടിച്ചമർത്തുകയും ബഹദൂർ ഷാ സഫറിനെ ഡൽഹിയിലേക്ക് നാടുകടത്തുകയും ചെയ്തു. ഈ പ്രസ്താവനയിലാണ് തെറ്റുള്ളത്. എന്താണ് ഈ പ്രസ്താവനയിൽ വന്ന തെറ്റ്? ബഹദൂർ ഷാ സഫറിനെ നാടുകടത്തിയത് റങ്കൂണിലേക്ക് ആയിരുന്നു. ഇതാണ് 1ാമത്തെ ചോദ്യവും അതിന്റെ വിശകലനവും. ഇവിടെ നമുക്ക് ബോധ്യപ്പെടുന്ന ഒരു കാര്യം കൂടിയുണ്ട്. ചോദ്യം കൃത്യമായി വായിക്കുകയും ഓപ്ഷനുകൾ കൃത്യമായി മനസ്സിലാക്കുകയും ചെയ്താൽ മാത്രമാണ് ശരിയായ ഉത്തരം നമുക്ക് കണ്ടെത്താൻ കഴിയുകയുള്ളൂ.
രണ്ടാമത്തെ ചോദ്യം. 1857 കലാപം പ്രധാനമായും ഉത്തരേന്ത്യയിലാണ് വ്യാപിച്ചത്. കലാപത്തിന്റെ കേന്ദ്രങ്ങളായ മീററ്റ്, ലക്നൗ, കാൺപൂർ തുടങ്ങിയവ ഇന്നത്തെ ഏത് സംസ്ഥാനത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്? The revolt of 1857 spread mainly in North India. Meerut, Lucknow and Kanpur, the centers of the revolt, are located in which state today? ഇനി ഓപ്ഷനുകൾ നോക്കാം. ബീഹാർ, പശ്ചിമ ബംഗാൾ, ഗുജറാത്ത്, ഉത്തർപ്രദേശ്. ഉത്തരം ഏതാണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഉത്തർപ്രദേശ്. 1857 കലാപം ഉത്തരേന്ത്യയിലാണല്ലോ പ്രധാനമായും വ്യാപിച്ചത്. കാൺപൂർ, ലക്നൗ, ഫൈസാബാദ്, അലഹബാദ്, ഝാൻസി തുടങ്ങിയ ഭൂരിഭാഗം സമര കേന്ദ്രങ്ങളും ഉത്തർപ്രദേശിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഇനി ഉത്തർപ്രദേശിന് പുറത്തുള്ളവ ആരയും ഗോളിയോറും ഒക്കെയാണ്. പക്ഷെ അവയും ഉത്തർപ്രദേശിനോട് ചേർന്ന് കിടക്കുന്ന സംസ്ഥാനങ്ങളിൽ തന്നെയാണ്. പ്രധാനമായും ഉത്തർപ്രദേശിനോട് ചേർന്ന് കിടക്കുന്ന പ്രദേശങ്ങളിൽ മാത്രമാണ് സമരം ശക്തമായത് എന്നത് ശ്രദ്ധിക്കേണ്ട വസ്തുതയാണ്. ഇന്ത്യയുടെ മറ്റു പ്രദേശങ്ങളിലേക്ക് സമരം കാര്യമായി വ്യാപിച്ചില്ല എന്നത് ഈ സമരം പരാജയപ്പെടാനുള്ള കാരണങ്ങളിൽ ഒന്നുകൂടിയാണ്. ഇനി മൂന്നാമത്തെ ചോദ്യം നോക്കാം. ഇന്ത്യൻ റെയിൽവേ ആരംഭിച്ചത് 1853 ഏപ്രിൽ 16 ആണ്. ആദ്യ സർവീസ് നടത്തിയത് എവിടെ മുതൽ എവിടെ വരെയാണ്? ഇന്ത്യൻ റെയിൽവേ വാസ് ലോഞ്ച്ഡ് ഓൺ 16th April 1853. India's first train ran between which cities? ഓപ്ഷനുകൾ: ബോംബെ മുതൽ താനെ വരെ, തിരൂർ മുതൽ ബേപ്പൂർ വരെ, കൊച്ചി മുതൽ കോഴിക്കോട് വരെ, ബോംബെ മുതൽ ഡൽഹി വരെ. ഈ ഓപ്ഷനുകളിൽ നിന്ന് ശരിയായ ഉത്തരം തിരഞ്ഞെടുത്ത് നിങ്ങളുടെ അധ്യാപകർക്ക് അയച്ചു കൊടുത്തിട്ടുണ്ടാവുമല്ലോ. ഉത്തരം ബോംബെ മുതൽ താനെ വരെ. ചോദ്യത്തിൽ തന്നെയുണ്ട് ഇന്ത്യൻ റെയിൽവേ ആരംഭിച്ചതെന്നാണ്. 1853 ഏപ്രിൽ 16 ബോംബെയിൽ നിന്ന് താനെയിലേക്കായിരുന്നു ആദ്യമായി സർവീസ് നടത്തിയത്. 14 കോച്ചുകളുള്ള വണ്ടിയിൽ ഏകദേശം 400ഓളം യാത്രക്കാരാണ് ഉണ്ടായിരുന്നത്. ഇത് ഇന്ത്യയുടെ മൊത്തത്തിലുള്ള സ്ഥിതിയാണ്. എന്നാൽ കേരളത്തിൽ എന്നാണ് റെയിൽവേ ആരംഭിച്ചത്? 1861 മാർച്ച് 12 ആണ് കേരളത്തിലെ ആദ്യ റെയിൽവേ സർവീസ് ആരംഭിച്ചത്. തിരൂരിൽ നിന്ന് ബേപ്പൂരിലേക്ക് കേരളത്തിലെ ആദ്യ തീവണ്ടി ഓടി. ബ്രിട്ടീഷുകാരുടെ ഭരണകാലത്തെ എടുത്തു പറയാവുന്ന ചില നേട്ടങ്ങളിൽ ഒന്നാണ് ഇന്ത്യൻ റെയിൽവേയുടെ ഉത്ഭവം. അവരുടെ ആവശ്യത്തിനാണ് റെയിൽവേ നിർമ്മിച്ചത് എങ്കിൽ കൂടി പിന്നീടുള്ള ഭാവിയിലേക്ക് നമുക്കും അത് പ്രയോജനപ്പെട്ടില്ലേ? ഇന്ത്യൻ റെയിൽവേയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ഡൽഹൌസി പ്രഭുവാണ്. ഇനി നാലാമത്തെ ചോദ്യം നോക്കാം. ബംഗാൾ പ്രവിശ്യയിലെ രാജ്മഹൽ കുന്നുകളിൽ അധിവസിച്ചിരുന്ന ഗോത്ര ജനവിഭാഗങ്ങൾ നടത്തിയ കലാപം. The rebellion of the inhabitants of Rajmahal Hills in Bengal province was known as dash. ഓപ്ഷനുകൾ നോക്കാം. ഫക്കീർ കലാപം, സന്യാസി കലാപം, സാന്താൾ കലാപം, കുറിച്യ കലാപം. ഉത്തരം ഏതാണ്? ബംഗാൾ പ്രവിശ്യയിലെ രാജ്മഹൽ കുന്നുകളിൽ അധിവസിച്ചിരുന്ന ഗോത്രവിഭാഗം ഏതാണ്? സാന്താളന്മാരാണ്, അല്ലെ? അപ്പോൾ ഉത്തരം ഏതാണ്? സാന്താൾ കലാപം. ഗോത്രജനങ്ങളെ
അതിലേക്ക് നയിച്ച സാഹചര്യങ്ങൾ നാം പഠിച്ചിട്ടുണ്ട്. കമ്പനിയുടെ വന നിയമങ്ങൾ ആവിഷ്കരിക്കലും ഗോത്രജന വിഭാഗത്തെ ചൂഷണം ചെയ്യലും മൂന്നാമത്തെ യൂണിറ്റിൽ നാം പഠിച്ചിട്ടുണ്ട്. ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ദുർഭരണം ഇന്ത്യയിലെ കർഷകരെയും കൈത്തൊഴിലുകാരെയും ഗോത്രജന വിഭാഗങ്ങളെയും എല്ലാം ഒരുപോലെ ബാധിച്ചിരുന്നു. ബ്രിട്ടീഷുകാരുടെ ചൂഷണ നയങ്ങൾക്കെതിരെ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ വ്യത്യസ്ത തുറകളിൽപ്പെട്ടവർ കലാപങ്ങൾ നയിച്ചിരുന്നു. അക്കൂട്ടത്തിൽ ഗോത്രവിഭാഗക്കാരുടെ കലാപങ്ങൾ ശ്രദ്ധേയമായിരുന്നു. ബംഗാൾ പ്രവിശ്യയിലെ രാജ്മഹൽ കുന്നുകളിൽ താമസിച്ചിരുന്ന ഗോത്രജന വിഭാഗമായിരുന്നു സന്താളന്മാർ. കൊള്ളപ്പലിശക്കാരുടെയും കമ്പനി ഉദ്യോഗസ്ഥന്മാരുടെയും ചൂഷണത്തിനിരയായ ഗോത്രജനത നടത്തിയ കലാപമാണ് സാന്താൾ കലാപം. 15,000-ലധികം സാന്താൾ ജനതയാണ് ഈ കലാപത്തിൽ ജീവൻ ബലിയർപ്പിച്ചത്. സിദ്ധുവും കാൻഹുവുമായിരുന്നു ഈ കലാപത്തിന് നേതൃത്വം നൽകിയത്. സാന്താൾ കലാപത്തിന് സമാനമായ കലാപങ്ങൾ ഇന്ത്യയിലുടനീളം നടന്നിട്ടുണ്ട്. കേരളവും അതിൽ നിന്ന് വ്യത്യസ്തമായിരുന്നില്ല. കേരളത്തിൽ കലാപത്തിന് നേതൃത്വം കൊടുത്തിരുന്നത് കുറിച്യർ എന്ന് പറയുന്ന ഗോത്രവിഭാഗമായിരുന്നു. കേരളത്തിൽ 1812 വയനാട്ടിൽ കുറിച്യരുടെ നേതൃത്വത്തിൽ കലാപങ്ങൾ നടന്നു. പഴശ്ശിരാജയോടൊപ്പം ചേർന്ന് ഗോത്രവിഭാഗങ്ങളായ കുറിച്യരും കുറുമ്പരും നടത്തിയ പോരാട്ടങ്ങൾ ശ്രദ്ധേയമാണ്. അതുപോലെ ഇന്ത്യയുടെ മറ്റു പ്രദേശങ്ങളിൽ കലാപം നടത്തിയ ചില ഗോത്രവിഭാഗക്കാരെ കൂടി നമുക്ക് പരിചയപ്പെടാം. മറാത്തയിൽ ഭീലുകളും, അഹമ്മദ് നഗറിൽ കോളികളും, ഛോട്ടാ നാഗ്പൂരിൽ കോളുകളും ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടി. അഞ്ചാമത്തേതും അവസാനത്തേതുമായ ചോദ്യം നോക്കാം. കുണ്ടറ വിളംബരം നടത്തിയത് ആര്? ഹു ഡിക്ലയർഡ് ദ ഫേമസ് കുണ്ടറ പ്രൊക്ലമേഷൻ? ഓപ്ഷനുകൾ നോക്കൂ. തലക്കൽ ചന്തു, വേലുത്തമ്പി ദളവ, പാലിയത്തച്ചൻ, പഴശ്ശിരാജ. ഉത്തരം ഏതാണ്? വേലുത്തമ്പി ദളവ. അദ്ദേഹത്തെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ ഒന്ന് നോക്കാം. നാട് നാട്ടുകാർ ഭരിക്കണം എന്ന ആശയം സ്വാതന്ത്ര്യം ലഭിക്കുന്നതിന് 138 വർഷങ്ങൾക്ക് മുൻപ് തന്നെ ഉറക്കെ പ്രഖ്യാപിച്ച് അതിനുവേണ്ടി സായുധ വിപ്ലവം നടത്തി ആത്മത്യാഗം ചെയ്ത ധീര ദേശാഭിമാനിയാണ് വേലുത്തമ്പി ദളവ. ബ്രിട്ടീഷ് വിരുദ്ധ പോരാട്ടങ്ങൾക്ക് തിരുവിതാംകൂറിൽ നേതൃത്വം നൽകിയിരുന്നത് ദളവയായിരുന്നു. ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ നിരന്തരമായ ഇടപെടൽ ദളവയുടെ ഭരണം തടസ്സപ്പെടുത്തി. ഇത് ബ്രിട്ടീഷ് ആധിപത്യത്തിനെതിരെ തിരിയാൻ അദ്ദേഹത്തെ പ്രേരിപ്പിച്ചു. 1809 ജനുവരി 11 കൊല്ലം ജില്ലയിലെ കുണ്ടറയിൽ വെച്ച് ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടാൻ വേലുത്തമ്പി ആഹ്വാനം ചെയ്തു. ഇതാണ് പിന്നീട് കുണ്ടറ വിളംബരം എന്ന പേരിൽ പ്രശസ്തമായത്. ഇനി ഇതോടൊപ്പം ഓപ്ഷനിൽ നൽകിയിട്ടുള്ള മറ്റൊരാളാണ് പഴശ്ശിരാജ. പഴശ്ശിയെക്കുറിച്ച് ഒരുപാട് വിവരങ്ങൾ നിങ്ങൾക്ക് അറിയുമായിരിക്കും. പഴശ്ശിയെക്കുറിച്ചുള്ള സിനിമകൾ നിങ്ങളെല്ലാവരും കണ്ടിട്ടുമുണ്ടാകും. ബ്രിട്ടീഷുകാർക്കെതിരെ കേരളത്തിൽ നടന്ന പ്രധാന ചെറുത്തുനിൽപ്പുകളിൽ ഒന്നായിരുന്നു പഴശ്ശിയുടെ സമരങ്ങൾ. വയനാടൻ മലനിരകൾ കേന്ദ്രീകരിച്ച് പഴശ്ശി നടത്തിയ ഒളിപ്പോര് ബ്രിട്ടീഷുകാർക്ക് വലിയ വെല്ലുവിളിയായിരുന്നു. തലക്കൽ ചന്തു, കൈതേരി അമ്പു, ഇടച്ചേന കുങ്കൻ, അത്തൻ ഗുരുക്കൾ എന്നിവരുടെ നേതൃത്വത്തിലുള്ള പടയാളികളാണ് യുദ്ധത്തിൽ പഴശ്ശിരാജയെ സഹായിച്ചത്. അടുത്തത് ഓപ്ഷനിലുള്ള മറ്റൊരാളെ കുറിച്ച് കൂടെ നമുക്ക് നോക്കാം. പാലിയത്തച്ചൻ. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കും മുൻപ് രാജഭരണകാലത്ത് കൊച്ചി രാജ്യത്തെ പ്രധാനമന്ത്രി പദം അലങ്കരിച്ചിരുന്നവരാണ് പാലിയത്തച്ചന്മാർ. 16 മുതൽ 19 വരെയുള്ള നൂറ്റാണ്ടുകളിൽ പാലിയത്തച്ചന്മാർ ഈ സ്ഥാനം വഹിച്ചിരുന്നു.
ഇക്കൂട്ടത്തിൽ ഏറ്റവും സമുന്നതനും വിഖ്യാതനുമായിരുന്നു വേലുത്തമ്പിയുടെ സമകാലികനായിരുന്ന പാലിയത്ത് ഗോവിന്ദൻ കോമിയച്ചൻ. ബ്രിട്ടീഷുകാരും ഡച്ചുകാരും അടക്കമുള്ള കൊളോണിയൽ ഭരണാധികാരികൾക്കെതിരെ നിരവധി പോരാട്ടങ്ങൾ പാലിയത്തച്ഛന്മാർ നടത്തിയിട്ടുണ്ട്. 5 ചോദ്യങ്ങളും നാം മനസ്സിലാക്കിയല്ലോ. 5 ചോദ്യങ്ങൾ അവയുടെ ഉത്തരങ്ങളും വിശകലനം ചെയ്തത് മനസ്സിലായിട്ടുണ്ടാകും എന്ന് കരുതുന്നു. വ്യക്തികൾ, വസ്തുതകൾ, വർഷങ്ങൾ എന്നിവ കൃത്യമായി മനസ്സിലാക്കി ചിട്ടയോടെ പഠിച്ചാൽ സാമൂഹ്യശാസ്ത്രത്തിൽ മുഴുവൻ മാർക്കും നിങ്ങൾക്ക് കരസ്ഥമാക്കാം. എല്ലാവർക്കും വിജയാശംസകൾ.